എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൈയടിക്കാനാണ്. ഓക്കെ, ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിന്റെ കാര്യം എല്ലാം ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇരു കുടുംബങ്ങളും തമ്മിലൊരു ധാരണ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്ന ധാരണ വരന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബത്തിനെ കാണാൻ കാരണവരാ. കയറി എല്ലാം സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാലവും മർമ്മമായി ഇടവഴി ആലമ്പുഴ തെങ്ങുംപള്ളിയുടെ തലയിൽ പഴയവനായ സജി ഡാനിയലിൻ്റെയും ശ്രീമതി സുജാ സജിയുടെയും മകൻ ബഹുമാനപ്പെട്ട സജീവത്തിന് പരമശിവത്ത് ചെറിയ ജോർജ് ജേക്കബിൻ്റെയും പരാതിയായ ഷൈനി വർഗീസിൻ്റെയും മകൾ നവ്യ സാറ ജോർജ് തമ്മിലുള്ള വിവാഹം 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച കൊട്ടാരക്കര സൂക്ഷ്മമന്ദിരം ഹോട്ടൽ ചാപ്പലിൽ വെച്ച് നടത്തുവാനാണ്. ഓക്കെ, അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ രണ്ട് ആളുകളും പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. ആ തീരുമാനങ്ങൾ അവർ രേഖാമൂലം എഴുതി ഒപ്പിട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒപ്പിട്ട് സമർപ്പിച്ച രേഖകൾ കൈമാറി തുടർന്ന് അത് എല്ലാവരുടെ അറിവിലേക്ക് നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് ഭക്ഷണാധികാരികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ കൈമാറുന്ന ചുമതലപ്പെട്ട ആളുകളാണ്. നല്ല ഭാഗ്യമുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ചെങ്ങമലയുടെ ഇമാനുവേൽ മാർത്തോമ ഇടവകയും പരമറ്റത്ത് ചിറയും ശ്രീ ജോർജ് ജേക്കബിന്റെയും പരേതയായ ശ്രീമതി ഷൈനി വർഗീസിന്റെയും മകൾ നവ്യ സാറ ജോർജിന്റെ വിവാഹം കുന്നത്തോട് ശാലയും മാർത്തോമ ഇടവകയിൽ തെങ്ങമ്പള്ളി താഴതിൽ പരേതനായ ശ്രീ സജി ഡാനിയലിന്റെയും ശ്രീമതി സുജാ സജിയുടെയും മകൻ റവറൻ ഡിബിൻ ഡി സജിയും തമ്മിൽ ദൈവൈക്യമായാൽ 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം ചാപ്പലിൽ വെച്ച് നടത്തുന്നതിനുള്ള തീരുമാനമാണ് ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ രേഖകൾ ഒപ്പിട്ട് ഇവിടെ കൈമാറി കഴിഞ്ഞു. ഈ വിവരം ഒന്നുകൂടെ ആധികാരികമായി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി വരിക. ഇന്ന് നമ്മളോടൊപ്പം വന്യ ദിവശ്രീ KY ജയിക്കപ്പച്ചൻ, നമ്മുടെ വികാരി ജനറൽ അച്ഛൻ സകുടുംബം ഉണ്ട്. അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തുടർന്നുള്ള എല്ലാ കാഴ്ചകളും ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് സമാധാനങ്ങൾ അപേക്ഷിക്കുന്നു. മണവാളനായി രൂപാന്തരപ്പെടേണ്ട ബുധനച്ഛൻ സാധാരണായിട്ടില്ല. വിവാഹ നിശ്ചയം നമ്മളുടെ സംവിധാനത്തിൽ വിവാഹത്തോട് ചേർന്നാണ് നടക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ വിവാഹത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളുടെ ഓണത്തിൻ്റെ. രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഈ കുടുംബം വിജയിക്കുന്നത് ഞാൻ ഇതുവരെ ഔദ്യോഗികമായി ഇത്രയും നാളായിട്ട് വിളിച്ചിട്ടില്ല.
ഞങ്ങൾ പൊടിമോനെന്ന് പരിചയിച്ച് പോയതുകൊണ്ട് ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഈ കുടുംബം കെ സാറിൻ്റെ കുടുംബം വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും വർഷങ്ങളായി എന്നേക്കാൾ കൂടുതൽ എൻ്റെ വൈഫിൻ്റെ കുടുംബവുമായിട്ടാണ് അടുത്തുള്ളവരാണ്. വർഷങ്ങളായി ഒരു കുടുംബത്തിൽ അംഗങ്ങളെ പോലെ വളർന്ന് ഒരുമിച്ച് എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കുവെക്കുന്ന കുടുംബമാണ്. പ്രത്യേകിച്ചും ഔദ്യോഗികമായി നിന്ന് വിളിക്കുക ജോൺ കെ സാറിൻ്റെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിലൊക്കെ ഭാഗമായി കാണിച്ചതായിട്ട് ഭയങ്കര മാർഗമാസ്തുതിയായ സഭയുടെ സഭാ കൗൺസിൽ